नित्यानंद श्री अद्वैत गदाधर शिवाशदि गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമ്മളൊന്ന് ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം നോക്കാം. 5, 18, 12 കേട്ടോ. 5, 18, 12 എടുത്തുവോ? യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസനേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പൈതൽ പ്രഭു, ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും വായിക്കായിരുന്നു. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണാഃ മനോരഥേന സദിധാവദോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ ദേവായ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന
സർവൈർഗുണൈസ്തത്ര സമാസതേ സുര ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹിഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ? പ്രഭു കേട്ടാൽ പൈതൽ പ്രഭു. പ്രഭു ഷെയർ ചെയ്തില്ലല്ലോ മാതാജി. എന്റെ കയ്യിലില്ല, ബുക്ക് അങ്ങ് വീട്ടിലിരിക്കുക. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർഭവത്യ കിഞ്ചന സർവൈർഗുണസ്തത്ര സമാസതേ സുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥാനാ സതി ധാവതോ ബഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തൈത്ര സമാസതേ സുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി ധാവതോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മദ്ഗുണ മനോരഥേനാസ്തി ധാവതോ ബഹിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. യസ്യാസ്തി ഭക്തിർഭഗവത്തെ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാ സതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെ വേർഡ് വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ പുറപ്പെട്ടു വായിച്ചോളൂ. കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. യസ്യാസ്തി ഭക്തിർഭഗവത്യ കിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാഃ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ
മനോരഥേന സതിദാവതോ ബഹിഃ. യസ്യ ആരുടെ അസ്തി അവിടെ ഉണ്ട് ഭക്തിഹി ഭക്തിയുത സേവനം ഭഗവതി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അകിഞ്ചന പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ സർവൈഹി എല്ലാം കൊണ്ടും ഗുണൈഹി സദ്ഗുണങ്ങൾ തത്ര അവിടെ ആ വ്യക്തിയിൽ സമാസതെ വസിക്കുന്നു സുരാഹ എല്ലാ ദേവന്മാരും ഹരവു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായി അഭക്തസ്യ ഭക്തനല്ലാത്ത ഒരു വ്യക്തിയുടെ കുതഹ എവിടെ മഹദ്ഗുണാഹ സദ്ഗുണങ്ങൾ മനോരഥേന അഭ്യൂഹങ്ങളാൽ അസതി താൽക്കാലികമായ ഭൗതിക ലോകത്തിൽ ധാവതാഹ ഓടുന്നവൻ ബഹിഹി പുറത്ത്. വിവർത്തനം ശ്രീല പ്രഭാത് കീച്ചായ്. എല്ലാ ദേവന്മാരും അവരുടെ ധാർമ്മികത, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഔന്നിത്യം പ്രാപിച്ച ഒരുവന്റെ ശരീരത്തിൽ പ്രകടമാകും. നേരെ മറിച്ച് ഭക്തിയുത സേവനം നിർവഹിക്കാതെ ഭൗതിക കർമ്മങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്ന ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല. അവൻ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ബന്ധുമിത്രാദികളുടെയും ക്ഷേമത്തിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും അവന്റെ മാനസികമായ ഊഹാഭോഗങ്ങളാൽ പ്രേരിക്കപ്പെട്ട് ഭഗവാന്റെ ഭാഗ്യശക്തിയുടെ സേവനത്തിൽ മുഴുകുന്നു. അത്തരമൊരു വ്യക്തിയിൽ എങ്ങനെയാണ് ഏതെങ്കിലും സദ്ഗുണമുണ്ടാവുക? ഭാവാർത്ഥം ശ്രീല പ്രഭാത് കി ജയ്. അടുത്ത ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളതുപോലെ എല്ലാ ജീവസത്തകളുടെയും യഥാർത്ഥ പ്രഭവം കൃഷ്ണനാണ്. ഇത് ഭഗവത്ഗീത 15:7 സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ കൃഷ്ണൻ പറയുന്നു, മാമൈവാംശോ ജീവലോകേ ജീവഭൂത സദാ സനാതനഃ മനാഷഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഈ ബദ്ധലോകത്തിലെ ജീവാത്മാക്കളെല്ലാം എൻ്റെ ശാശ്വതമായ അംശങ്ങളാണ്. ബദ്ധമായ ജീവിതം നയിക്കുന്നത് മൂലം അവർ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ കൊണ്ടും കഠിനാധ്വാനം ചെയ്യുന്നു. എല്ലാ ജീവസത്തകളും കൃഷ്ണന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതിനാൽ അവർ അവരുടെ യഥാർത്ഥ കൃഷ്ണാവബോധം വീണ്ടെടുക്കുമ്പോൾ കൃഷ്ണന്റെ യോഗ്യതകൾ ചെറിയ തോതിൽ ആർജിക്കുന്നു. ഒരുവൻ ഭക്തിയുത സേവനത്തിന്റെ 9 പ്രക്രിയകളിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം വ്യാപൃതനാകുമ്പോൾ അവന്റെ ഹൃദയം പരിശുദ്ധമായി തീരുകയും അവന് വളരെ പെട്ടെന്ന് കൃഷ്ണനുമായുള്ള തന്റെ ബന്ധം മനസ്സിലാവുകയും ചെയ്യും. അവൻ അപ്പോൾ കൃഷ്ണാവബോധത്തിലെ അവന്റെ യഥാർത്ഥ യോഗ്യത വീണ്ടെടുക്കും. ചൈതന്യ ചരിതാമൃതം ആദിലീല 8-ാം അധ്യായത്തിൽ ഭക്തന്മാരുടെ ചില ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശ്രീ പണ്ഡിത ഹരിദാസൻ സൽസ്വഭാവിയും സഹിഷ്ണുവും സമാധാനപ്രിയനും മഹാമനസ്കനും ധീരനുമാണെന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ അവൻ വളരെ മധുരമായി സംസാരിച്ചിരുന്നു. അവന്റെ ഉദ്യമങ്ങളെല്ലാം വളരെ സന്തോഷപ്രദങ്ങളായിരുന്നു. അവൻ എല്ലായ്പ്പോഴും ക്ഷമാശീലനായിരുന്നു. അവൻ എല്ലാവരെയും ബഹുമാനിച്ചിരുന്നു. അവൻ എപ്പോഴും എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി പ്രവർത്തിച്ചും അവന്റെ മനസ്സ് കാപട്യമില്ലാത്തതായിരുന്നു. അവൻ വിദ്വേഷ പ്രകൃതികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു. ഇവയെല്ലാം യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ യോഗ്യതകളാണ്. ഒരുവൻ കൃഷ്ണന്റെ ഭക്തനാകുമ്പോൾ ഇവയെല്ലാം അവനിൽ സ്വാഭാവികമായി പ്രകടമാകുന്നു. ഒരു വൈഷ്ണവന്റെ ശരീരത്തിൽ എല്ലാ സദ്ഗുണങ്ങളും പ്രകടമാകുമെന്നും ഈ യോഗ്യതകളിലൂടെയാണ് ഒരു വൈഷ്ണവനല്ലാത്തവനിൽ നിന്ന് വേർതിരിച്ചറിയുന്നതെന്നും ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവായ ശ്രീകൃഷ്ണദാസ കവിരാജൻ പറയുന്നു. കൃഷ്ണദാസ കവിരാജൻ പറഞ്ഞിട്ടുള്ള ഒരു വൈഷ്ണവന്റെ 26 യോഗ്യതകൾ താഴെ കൊടുക്കുന്നു. 1. അവൻ എല്ലാവരോടും വളരെ ദയുള്ളവനായിരിക്കും. 2. അവൻ ആരെയും തന്റെ ശത്രുവാക്കില്ല. 3. അവൻ സത്യസന്ധനായിരിക്കും. 4. അവൻ എല്ലാവർക്കും തുല്യനായിരിക്കും. 5. അവനിൽ ആർക്കും ഒരപരാധവും കാണാൻ കഴിയില്ല. 6. അവൻ മഹാമനസ്കനാണ്. 7. അവൻ ശാന്തനാണ്. 8. അവൻ ശുദ്ധനാണ്. 9. അവൻ സമ്പത്തുകൾ ഇല്ലാത്തവനാണ്. 10. അവൻ എല്ലാവരുടെയും പ്രയോജനത്തിനായി പ്രവർത്തിക്കുന്നു. 11. അവൻ വളരെ സമാധാനപൂർണനാണ്. 12. അവൻ എപ്പോഴും കൃഷ്ണനിൽ ശരണം പ്രാപിച്ചവനാണ്. 13. അവന് ഭൗതിക ആഗ്രഹങ്ങളില്ല. 14. അവൻ വളരെ വിനീതനാണ്. 15. അവൻ സ്ഥിരതയുള്ളവനാണ്. 16. അവൻ അവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. 17. അവൻ ആവശ്യത്തിലധികം ഭക്ഷിക്കില്ല. 18. അവൻ ഭഗവാന്റെ മായാശക്തിയാൽ സ്വാധീനിക്കപ്പെടില്ല. 19. അവൻ എല്ലാവരെയും ബഹുമാനിക്കും. 20. അവൻ സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയില്ല. 21. അവൻ വളരെ ഗൗരവമുള്ളവനായിരിക്കും.
22 അവൻ കാരുണ്യമുള്ളവനായിരിക്കും. 23 അവൻ സൗഹൃദമുള്ളവനായിരിക്കും. 24 അവൻ കവിത്വമുള്ളവനാണ്. 25 അവൻ വൈദഗ്ധ്യമുള്ളവനാണ്. 26 അവൻ മൗനിയായിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ഹോമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമന്യം സാദിസ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംബികാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഈ ഒരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. ഇത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസത്തെ സുരാഹ ഹരാവ ഭക്തസ്യ കുതോ മഹത്ഗുണ മനോരഥേന സവിധാവതോ ബഹി. യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന, ആർക്കാണോ നമ്മൾ ഭക്തി ചെയ്യുന്നത്, അത് യസ്യാസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഭക്തിയാണോ നമ്മൾ ചെയ്യുന്നത്. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സകല ദേവീദേവന്മാരിലും അടങ്ങിയിരിക്കുന്ന സകല ഗുണങ്ങളും ആ ഭക്തി ചെയ്യുന്ന ഭക്തന് ലഭിക്കും. ഇത് ഈസിയാണല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയുന്നതാണ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം ചൊല്ലുക, ഭഗവത് പ്രസാദം കഴിക്കുക, ഭഗവത് ഭക്തന്മാരുടെ സംഘമെടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഒരു ഹയർ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം ഭക്തിയില് 9 സ്റ്റേജുകളുണ്ട്. ഈ ഭക്തിയിൽ 9 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് ഭക്തിയുടെ സ്റ്റേജസ് അല്ല, ഭക്തിയുടെ 9 സ്റ്റേജുകൾ വേറെ ഉണ്ട്. ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ. വരട്ടെ. ഒരു ശ്ലോകം ഞാൻ പഠിപ്പിച്ചെന്നുള്ളതല്ലേ? അതെ പഠിപ്പിച്ചായിരുന്നു. ഏതാണ് ആ ശ്ലോകം? ആദോ ശ്രദ്ധ തദോ സാധു സംഘോത ഭജനക്രിയ.
തതോ അനർത്ഥ നിവൃത്തിസ്യ തതോ നിഷ്ഠാ രുചിസ്തഥാ തഥാ ശക്തി തതോ ഭാവ തഥാ പ്രേമാഭിരുചതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. നമ്മളെ സാധകന്മാരെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും സാധകന്മാരാണ്. അതായത് സാധന ചെയ്തുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഭഗവാന്റെ തിരുനാമം ചൊല്ലി ഭഗവത് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാൻ ആരാധന ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സാധന നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു ഭക്തൻ എന്തെല്ലാം ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീല പ്രഭുപാദ പ്രത്യേകിച്ച് അത് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സാധന ചെയ്യേണ്ടതെന്ന്. രാവിലെ 4:30 മണിക്ക് മംഗളാരതി അറ്റൻഡ് ചെയ്യണം, അതിനുശേഷം ജപം, അതിനുശേഷം ശ്രീമദ് ഭാഗവതം ക്ലാസ്, അതിനുശേഷം പിന്നെ പ്രസാദം, പിന്നെ വീണ്ടും നമുക്ക്, അതായത് നമ്മളെല്ലാവരും കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പൊ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും കൃഷ്ണ കോൺഷ്യസ്നെസ്സിലാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ കൃഷ്ണ കോൺഷ്യസ്നെസ് മറന്നു പോകും. നമ്മൾ ഈ രാവിലെ മാത്രം കൃഷ്ണ കോൺഷ്യസ് ആവും, അതിനുശേഷം പിന്നെ നമ്മൾ വന്നിട്ട് കുരുക്ഷേത്ര കോൺഷ്യസ്നെസ് വരും. രാവിലെ നമ്മളെ മാതിരി ഭക്തന്മാർ വേറെ ഉണ്ടാവില്ല, എവിടെയും കാണാൻ പറ്റില്ല. അത്രയും ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആയിരിക്കും നമ്മൾ രാവിലെ നാമം ജപിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ സ്വഭാവം കംപ്ലീറ്റ് അങ്ങോട്ട് മാറും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങാതെ, അതായത് ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മുടെ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഒരിക്കലും ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങള് ബാധിക്കില്ല. നമുക്കൊരു കവചമാണ് സാധന ചെയ്തു കഴിഞ്ഞാല് നമ്മൾ പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ തന്നെ മംഗളാരതി അറ്റൻഡ് ചെയ്യൂ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങൾ പാരായണം ചെയ്യൂ, ഭഗവാന്റെ തിരുനാമം ജപിക്കൂ. ഇതങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് രാവിലത്തെ നാമജപം ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് നല്ലൊരു ദിവസമായി. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു ചെറിയ ട്യൂണിങ് മാത്രം മതി. ഇതില് എല്ലാവരോടായിട്ടുള്ള ചോദ്യമാണ്, നാമം ജപിക്കുമ്പോൾ ആർക്കൊക്കെ സന്തോഷം തോന്നാറുണ്ട്? അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമം തെറ്റില്ലാതെ ശ്രദ്ധ, അതായത് വളരെയധികം ശ്രദ്ധയോടുകൂടി ആരെല്ലാം ചൊല്ലുന്നുണ്ട്? ചോദ്യം നിങ്ങളോടാണ്. ഹരേ കൃഷ്ണ പ്രഭു, ചെല്ലുന്നുണ്ട്, പക്ഷെ എല്ലാ മാലയിലും ആ ശ്രദ്ധ കിട്ടാറില്ല. കാരണം 16 മാലയിൽ താങ്ക് യു. ബാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെല്ലുന്നതാണോ?
ഇല്ല പ്രഭു, മാല എടുക്കുമ്പോ ഉറക്കം വരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ കീർത്തനം ചെയ്യുമ്പോഴാണ് കൂടുതലും ശ്രദ്ധയും ഭക്തിയും കൂടുതൽ അനുഭവിക്കുക, സ്നേഹപ്രേമം അനുഭവിക്കാനും പറ്റുന്നു. ഭഗവത് പ്രേമം നാമം ജപിക്കുമ്പോ ഇല്ല അല്ലേ? നാമം ജപിക്കുമ്പോൾ അത്രയും കൂടുതൽ കിട്ടാറ്. ഗുഡ് ഗുഡ്. ബാക്കിയുള്ളവര്? പ്രഭു നാമം ജപിക്കുമ്പോ സന്തോഷം വരാറുണ്ട്, ഇങ്ങനെ മാറും എന്നേ ഉള്ളൂ. എന്നാലും അത് വായിച്ച് നാമം ജപിച്ചാലേ സന്തോഷമുള്ളൂ, അതാണ് പ്രത്യേക ഒരു കാര്യം. വെരി ഗുഡ്. പ്രഭു അമ്പലത്തിലെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലും. ഒരു 4 മാല അവിടെ ചൊല്ലും. അത് കുഴപ്പമില്ലല്ലോ. നമ്മൾ മാല മുത്തിനകത്ത് ശ്രദ്ധിക്കാതാണ്ട് ഭഗവാന്റെ ബിംബം കണ്ടോണ്ട് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലേ? തെറ്റില്ല, അത് തെറ്റില്ല. പക്ഷേ നമുക്ക് എത്ര സമയം ഭഗവാന്റെ ഈ രൂപത്തിനോട്, അതായത് ഭഗവാന്റെ രൂപം ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് അവിടേക്കും പോവാറുണ്ടോ? ഇല്ല, പോകില്ല. എവിടേക്കും പോയില്ല. എവിടേക്കും പോകില്ല. വെരി ഗുഡ്. അത് നല്ലൊരു അവസ്ഥയാണ്, നല്ലൊരു അവസ്ഥയാണ്. അങ്ങനെ നാമം ജപിക്കാം. വേറെങ്ങും ശ്രദ്ധ പോകാതെ. ഓക്കെ. അപ്പൊ 4 മാല അങ്ങനെ മാതാജി കറക്റ്റ് ആയിട്ട് ചൊല്ലാൻ പറ്റുന്നുണ്ട്. അവിടെ അമ്പലത്തില്. ബാക്കി വീട്ടില് ചൊല്ലുമ്പോ മനസ്സ് വേറെ എങ്ങും പോകത്തില്ല. നല്ല സ്പീഡിന് ഞാൻ മുറിക്കാത്തായതുകൊണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ലതാണ് അതങ്ങനെ. വേറെ ആരോ പറയാൻ വന്നല്ലോ ഒരാളും കൂടി. ഇപ്പൊ ജപിക്കാതിരിക്കുമ്പോ പക്ഷെ വലിയ പ്രയാസം തോന്നാറുണ്ട്, വലിയ വിഷമം തോന്നാറുണ്ട്. അതാണ് മഹാമന്ത്രത്തിന്റെ പ്രത്യേകത. അത് സത്യമാണ്. 16 മാല നമുക്ക് ജപിച്ചില്ലേ നമുക്ക് ഭയങ്കരമായ എന്തോ ഒരു നഷ്ടപ്പെട്ട് നമ്മളെന്തോ ഒരു അപരാധം, നമ്മളത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനാണ്. വെരി ഗുഡ്. ഇതൊക്കെ ഭക്തിയുടെ പ്രാരംഭ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും, അതായത് ഭക്തി നമ്മളിൽ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. 16 മാല ജപിക്കാറുണ്ട്. പക്ഷെങ്കിൽ 16 മാല ജപിക്കുമ്പോഴും മനസ്സ് ഒരേ ഇതില് ഭഗവാന്റെ ഇതിലേക്ക് വരാറില്ല, മാറി മാറി പോകാറുണ്ട്, വീണ്ടും വരാറുണ്ട്. അങ്ങനെയാണ് 16 മാല ജപിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജിയുടെ പേരെന്താണ് മാതാജി? എന്റെ പേര് ബിന്ദു പ്രഭ. ഓക്കെ മാതാജി, വെരി ഗുഡ്. അതായത് സത്യസന്ധമായിട്ട് ഒരു മറുപടി പറഞ്ഞതിൽ ഒരുപാട് നന്ദി. എല്ലാവരുടെയും അവസ്ഥ, കാരണം നമ്മൾ നാമം ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളും അതേമാതിരി ഉത്തമ ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പൊ ഹരിദാസ് ഠാക്കൂർ 3 ലക്ഷം മാലയാണ് ഒരു ദിവസം ജപിച്ചുകൊണ്ടിരുന്നത്. ഈ 3 ലക്ഷം മാല ജപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നസ് പൂർണ്ണമായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ മാത്രമായിരുന്നു, എവിടേക്കും പോയി. അതുകൊണ്ട് ആ 3 ലക്ഷം മാല ജപിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് മതിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതെന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ നാമം കലികാലെ നാമരൂപേ കൃഷ്ണ അവതാർ നാമ ഹയ സർവ ജഗന്നിഷ്ഠാർ. കലിയുഗത്തില് ഭഗവാൻ നാമരൂപത്തിൽ പ്രത്യക്ഷനാണ്. ഇപ്പൊ നമ്മള് ഒരു മാതാജി പറഞ്ഞു, മാതാജിക്ക് ഭഗവാന്റെ രൂപം കണ്ടിട്ട് നാമം ജപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നാമം ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ മാതാജിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാതാജി ഒരു കാര്യം ചെയ്യണം, ആ ഭഗവാന്റെ ഒരു ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് ആ ഫോട്ടോനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ മൂർത്തിയും ഫോട്ടോവും വ്യത്യാസമില്ല.
ഭഗവാന്റെ മൂർത്തിയും അതായത് ഭഗവാന്റെ ഫോട്ടോവും ഒരു വ്യത്യാസവുമില്ല. ഈവൻ ഭഗവാന്റെ നാമവും വ്യത്യാസമില്ല. അപ്പോ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് മാത്രം ജപിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് അത് ഫോട്ടോ ആയാലും ആ കോൺസെൻട്രേഷൻ നമുക്ക് അവിടെയും കിട്ടണം. അത് വളരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഈ നാമജപത്തിൽ ചിലവർക്ക് ചൊല്ലുന്ന സമയത്ത് മായയുടെ വളരെയധികം ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാവും. നന്നായിട്ട് നാമം ജപിക്കാൻ മായ നമ്മളെ അനുവദിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഉത്തമ ഭക്തരായി തീർന്നാൽ, അതായത് ഈ ജീവാത്മാവ് ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീർന്നു കഴിഞ്ഞാല് ആ ജീവാത്മാവിന്റെ ഭൃത്യനായി തീരും ഭഗവാൻ. ആയതുകൊണ്ട് മായാദേവി വളരെയധികം സെലക്ട് ചെയ്തിട്ട് വളരെയധികം കഠിനമായിട്ടുള്ള എക്സാമിനേഷൻ തന്നതിന് ശേഷം ഒരു വ്യക്തി പാസ്സാവുകയാണെങ്കിൽ മാത്രമേ അവൻ ഉത്തമ ഭക്തനായി തീരാൻ സാധിക്കൂ. അത് മായാദേവിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഭഗവാന്റെ ഭക്തന്മാരായി തീർന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ വിളിക്കുന്നിടത്തെല്ലാം ഭഗവാൻ വരും. അത് നമുക്ക് പ്രഹ്ലാദ് മഹാരാജിന്റെ കഥയിൽ നിന്നും കാണാൻ സാധിക്കും. പ്രഹ്ലാദ് മഹാരാജ് അചഞ്ചലമായ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ പ്രഹ്ലാദിന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു തൂണിൽ വന്നിട്ട് നിൽക്കേണ്ടതായ ഗതികേട് ഉണ്ടായി. പക്ഷേ ഭഗവാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് അത് ഏറ്റെടുത്തത്. ഇപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ ആനയെ മാതിരി നമ്മൾ നടന്ന് കാണിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടമുള്ളത് അച്ഛനമ്മയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ചില നേരത്ത് കോമാളിയായിട്ട് മകന്റെ മുമ്പിൽ പെരുമാറും, അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ പെരുമാറും. ചില സമയത്ത് ആനയായിട്ടിരിക്കും, ചില സമയത്ത് വേറെ എന്തെങ്കിലും രൂപത്തിൽ. അതായത് മക്കളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പ്രവർത്തിക്കാറുണ്ട്. അതേമാതിരി പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തന്മാരെ അല്ലെങ്കിൽ തന്റെ മക്കളെ, നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്, ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മാതാജി വായിച്ചിരുന്നു ഈ ട്രാൻസ്ലേഷൻ വായിക്കുന്ന സമയത്ത്, പുറപ്പെട്ട് വായിക്കുന്ന സമയത്ത്, മമൈ വംശോ ജീവലോകേ ജീവഭൂത സനാതന. ഈ ലോകം ഭഗവാന്റെ ഒരു അംശമാണ്. അപ്പൊ ഈ ഭഗവാന്റെ അംശമായിട്ടുള്ള ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട്, എന്താണ്? ഹൃദയ അർജുന തിഷ്ഠതി. അതായത് അർജുന, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. അപ്പൊ ഭഗവാൻ നമ്മളെല്ലാവരുമുണ്ട്. നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മൾ ഭഗവാന്റെ അംശമായിട്ടുള്ളത് കൊണ്ട് നമ്മളിലും ഭഗവാന്റെ ഗുണങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഭഗവാന്റെ അംശമായിട്ടുള്ളത് കൊണ്ട് നമ്മളിൽ അസുര ഗുണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളിൽ എന്താണ് വേണ്ടത്? നമ്മളില് ഭഗവാന്റെ ഗുണങ്ങൾ ഉണ്ടാവും. എന്താണ് ഭക്തന്റെ ഗുണങ്ങൾ? ഭക്തന് ചില ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഭക്തന്മാരുടെ ഗുണങ്ങൾ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ?
എല്ലാവരോടും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവരോടും എല്ലാ ജീവാത്മാക്കളോടും ദയവുള്ളവരായിരിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം. എല്ലാ ഭക്തജനങ്ങളോടും തുല്യമായി പെരുമാറും. ഓക്കെ, വിനയമുള്ളവരായിരിക്കണം. വെരി ഗുഡ്. സഹായങ്ങൾ ചെയ്യൂ. ഹരേ കൃഷ്ണ പ്രഭു. എന്റെ അനുഭവം പറയട്ടോ? പറയണം പ്രഭു. ഞാന് ഇതേപോലെ തന്നെ 4 മാലയിൽ തുടങ്ങി. ഇപ്പൊ ഞാൻ 22 മാല ജപിക്കും. പക്ഷെ എനിക്ക് 22 മാല ജപിച്ചാലും എനിക്ക് ഒരു സംതൃപ്തി ലഭിക്കത്തില്ല. പിന്നെയും ജപിക്കണം എന്നുള്ള ടെൻഡൻസിയാണ്. അപ്പം ചിലപ്പോൾ ഞാൻ അങ്ങനെ ജപിച്ച് കുറേ അങ്ങ് ജപിക്കും. പിന്നെ സാക്ഷിമുത്ത് എണ്ണുമ്പോഴാണ് ഞാൻ അറിയുന്നത് എത്രയാണ് ഞാൻ ജപിച്ച് തീർന്നതെന്ന് പോലും. അപ്പം സാക്ഷി ചെയ്ത് പോകും. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എനിക്കെല്ലാം ഭഗവാൻ തരുന്നുണ്ട് പ്രഭു. എല്ലാം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും ഭഗവാൻ ഞാൻ അർഹിക്കാത്തത് പോലും എനിക്ക് ഭഗവാൻ തരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതിൽ വരുമ്പം പത്മനാഭ ഗ്രൂപ്പിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു എൻ്റെ അനുഭവം. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഈ വെളുപ്പിനെയുള്ള ഒരു ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശക്തി വളരെ വലുതാണ്. അത് അനുഭവത്തിൽ കൂടി പറയുന്നതാണ്. അനുഭവിച്ച് അറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിലെനിക്ക് പൈതൃപ്രഭുവിനോട് ഭയങ്കര കടപ്പാടും ഉണ്ട്. കാരണം വരാതിരുന്നാലും വിളിച്ച് കൊണ്ടുവരും, ആ ജപം കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരുപാട്. കാരണം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, ഭഗവാൻ നമ്മളീ കാണുന്ന എല്ലാം ഭഗവാനാണ് എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. കാരണം നമുക്കറിയാത്ത ഓരോ സന്ദർഭങ്ങളിലും ഭഗവാൻ പറയുന്നുണ്ടല്ലോ, നമുക്ക് തോന്നേണ്ട സമയത്ത് തോന്നേണ്ട കാര്യങ്ങൾ ഭഗവാൻ ആ സമയത്ത് എത്തിച്ചു തരും. കാരണം നമ്മുടെ മനസ്സിൽ ഉദിപ്പിച്ചു തരും. നമുക്ക് പറയാനായിട്ട് നമുക്ക് ഭഗവാൻ നമ്മുടെ നാവിൻ തുമ്പിൽ കൊണ്ട് തരും എന്ന് പറയുന്ന ഒരർത്ഥം നമുക്കില്ല, എന്നിട്ട് പോലും കൊണ്ട് തരുന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശക്തി അല്ലാതെ എന്താണ് പ്രഭു? ഒന്നുമല്ല, ഭഗവാന്റെ ശക്തി തന്നെ. അത് എനിക്ക് ആദ്യകാലങ്ങളിലില്ല, പക്ഷെ ഇപ്പം ഭയങ്കര അനുഭവമാണ് പ്രഭു. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ് മാതാജി. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി. ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അനന്യശ്ചിന്തയന്തോ മാം, മറ്റ് ചിന്തകളില്ലാതെ എന്നെ മാത്രം, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ, ആരാണോ എന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഉള്ളതിനെ നിലനിർത്തുകയും ഇല്ലാത്തതിനെ ഞാൻ കൊടുക്കുകയും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഭഗവാൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല. ഭഗവാൻ സാധാരണ ആളുകൾ, രാഷ്ട്രീയക്കാര് പറഞ്ഞാലെന്ത്, ഞാൻ അവിടെ അത് ചെയ്തു തരാം, ഞാൻ ഇവിടെ ഇത് ചെയ്തു തരാം, ഒന്നും ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ പറഞ്ഞത് അദ്ദേഹം നടത്തിയിരിക്കും. ആ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, അതായത് നമ്മുടെ ജീവിതത്തില് സുഖമുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം. ഭക്തന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണോ, സുഖങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ജന്മം എടുത്തിട്ട് എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. ഈ പാപഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവും. കർമ്മഫലങ്ങളുണ്ട്, ആ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. പക്ഷേ നമ്മൾ ഉത്തമ ഭക്തന്മാരാവുകയാണെങ്കിൽ, ഭഗവാന്റെ തിരുനാമം ചൊല്ലിക്കൊണ്ട് ഉത്തമ ഭക്തന്മാരായി തീർന്നു കഴിഞ്ഞാൽ ആ പാപകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാവും. പാപകർമ്മ ഫലങ്ങളിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പ്യൂർ ആയിരിക്കുകയാണ്. പാത്രം എപ്പോഴും വൃത്തിയായിരുന്നെങ്കിൽ, അതേമാതിരി ഒരു പാത്രം ഇരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ സദാസമയം ശുദ്ധമായിരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നു കഴിഞ്ഞാല് അവിടെ ഭഗവാൻ കുടികൊള്ളും. നമ്മളൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്, പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനം ഭാവസരോരുഹം ദുനോതി ശമലം കൃഷ്ണ ശലിലസ്യ യഥാശരത്. ഭഗവാൻ ശബ്ദരൂപേണ, നാമരൂപേണ നമ്മുടെ കാതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? ദുനോതി, അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് വിട്ടുപോകാൻ ഭഗവാന് തോന്നില്ല.
ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അത് നാമജപത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. കലിയുഗത്തില് നാമം മാത്രമേ നമ്മൾ രക്ഷിക്കാനുള്ളൂ. ഇതാണ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓരോരോ യുഗത്തിലും ഓരോരോ ഇതുണ്ടായിരുന്നു. അതായത് സത്യയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഓരോരോ മുറകളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ രീതികളുണ്ട് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കലിയുഗത്തില് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു നാമജപമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കലികാലെ നാമരൂപേ കൃഷ്ണാവതാർ, കലിയുഗത്തിലെ നാമരൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്കെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും. അപ്പൊ നമ്മൾ നാമം, ഈ ഭക്തിയുടെ അടിസ്ഥാനം തന്നെ നാമജപമാണ്. നാമജപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവാത്തൊരവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൊല്ലുന്ന നാമം അപരാധഹീനമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അപരാധമുക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി വർഷങ്ങൾ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രുചി വരില്ല. നമ്മൾ ചാൻഡ് ചെയ്യും, പക്ഷെ നമുക്ക് ആ രുചി കിട്ടില്ല. നമുക്ക് ആ രുചി കിട്ടണമെങ്കിൽ 10 അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 10 അപരാധങ്ങളിൽ നിന്ന് മുക്തരായിട്ട് നാമം ജപിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്ന അവസ്ഥയില് നമ്മൾ ഭക്തിയിൽ മുന്നേറാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഭക്തിയിൽ മുന്നേറില്ല. നമ്മുടെ ഉള്ളില് ഒരാളോട് ഭയങ്കരമായിട്ടുള്ള പകയുണ്ട്, പക്ഷെ നമ്മൾ നാമം ജപിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആനന്ദം കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മനസ്സിൽ ചെറുതായിട്ടുള്ള ഒരു നീരസമുണ്ട്. ആ നീരസം നമ്മുടെ നാമജപത്തിന് എന്ത് ചെയ്യാണ്? ആ നാമജപത്തിന് തരേണ്ടതായിട്ടുള്ള ഫലങ്ങൾ തരാതിരിക്കുകയാണ്. ഒരു ഭക്തൻ ക്ഷമാദമസ്തഭോ സഭാശൗചം ശാന്തിർ ആർച്ചവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവചം. ശ്രീമദ് ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്, ക്ഷമോ ദമസ്തഭാ ശൗചം. അതായത് പീസ്ഫുൾ ആയിരിക്കണം. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾഡ്. ഇപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനോട് റിയാക്ട് ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമ്മൾ പറയും നമ്മുടെ കർത്തവ്യമല്ലേ ഞാൻ റിയാക്ട് ചെയ്യണ്ടേ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ, നമ്മൾ ഒരുപാട് റീസൺസ് അതിന് കാണും. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അവിടെ. അങ്ങനെ സാധിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുള്ളൂ. അതിന്റെ അടിസ്ഥാനം തന്നെ നാമജപമാണ്. ഈ നാമജപം പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മള് ഇപ്പോ 5-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത് അല്ലെ, 5-ാമത്തെ സ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം. ഇതിൽ പറയുന്ന എന്താണ്? യസ്യാസ്തി ഭക്തിർ ഭഗവത് കിഞ്ചന. അതായത് ദേവീദേവന്മാരിലിരിക്കുന്ന സകല ഗുണങ്ങളും നാമം ചൊല്ലുന്ന, ഉത്തമ നാമം ചൊല്ലുന്ന ഒരു ഭക്തനിൽ പ്രകടമാകും. അപ്പോ നമ്മളെ തന്നെ ഒരു ദേവീദേവന്മാരുടെക്കാൾ വലിയൊരു ലെവലിലേക്ക് നാമജപം കൊണ്ടുപോകുന്നു. അതായത് നമ്മൾ നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ദേവീദേവന്മാരെക്കാൾ ഉയർന്ന നിലയിലേക്ക് പോകും. ഈ ദേവീദേവന്മാർക്കൊന്നും ഭഗവത് ധാമത്തിലേക്ക് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ വന്ന് പറഞ്ഞു, അതായത് ഭൂമിയിൽ വന്ന് പറന്നു കഴിഞ്ഞിട്ട് ഭക്തി ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾക്കും ഭഗവത് ധാമത്തിലേക്ക് പോകാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവീദേവന്മാര് ഭൂമിയിൽ വന്ന് പറക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
കാരണം നാമജപം അത്രയും ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് നാമാപരാധയുക്താനാം നാമാനിയവ ഹരന്ത്യകം അവിശ്രാന്തി പ്രയുക്താനി താനിയേവ അർത്ഥക്കരാണിച്ച. നാമാപരാധയുക്താനാം, നാമം ചൊല്ലുന്നത് അപരാധയുക്തമായിരിക്കണം, അപരാധമുണ്ടാവാനേ പാടില്ല. അപ്പൊ മാത്രമേ നമുക്ക് നാമജപത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ നാമജപത്തിന്റെ ആ ഫ്രൂട്ട്സ് കിട്ടുള്ളൂ. അപരാധത്തോടു കൂടി നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ എത്ര വർഷം നമ്മുടെ നാട്ടിൽ പറയല്ലോ, പട്ടിയുടെ വാല് കുഴലിലിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 10,000 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ, മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഭക്തന്മാര് നാമം ജപിക്കുമ്പോൾ അങ്ങനെ ആവരുത്. തീർച്ചയായിട്ടും ഭക്തന്മാര് നാമം ജപിക്കുമ്പോൾ നാമപ്രഭുവിന്റെ കൃപ മൂലം തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൊവൈഡഡ് ബൈ നിങ്ങൾ സിൻസിയർ ആണ്. നിങ്ങള് ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ചെയ്യിച്ചുള്ളൂ. ഭഗവാനെ എനിക്ക് നാമം ചൊല്ലാൻ സാധിക്കണേ, ഭഗവാൻ എനിക്ക് നാമം നന്നായിട്ട് ചൊല്ലാൻ സാധിക്കണേ, എന്നതിന് ഹെൽപ്പ് ചെയ്യണേ എന്ന് നാമപ്രഭുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ നാമജപം പൂർണ്ണമായിട്ടും, അതായത് നാമം ശ്രേഷ്ഠമായിട്ടുള്ളതായിരിക്കും, നാമജപം ശ്രേഷ്ഠമായി തീരും. അതേമാതിരി നമ്മള് ഓരോരോ വ്യക്തിയും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നാമം ജപിക്കുന്നവർ മാത്രമാണോ ഭക്തന്മാരെന്ന്. തീർച്ചയായിട്ടുമല്ല. ഹരേ കൃഷ്ണ എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഒരു ഭക്തൻ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാല് അതും നമ്മുടെ ഭക്തിയെ പിന്നോട്ട് കൊണ്ടുപോകും. അതായത് സകലരെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു, നമ്മൾ സകല ഈ ലോകത്തിലെ എല്ലാവരെയും ഭഗവാന്റെ അംശമായിട്ട് കാണുക. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? വളരെ സ്നേഹത്തോടും. നമ്മള് ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായത്തിൽ 13-14 ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ഭക്തന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിക്കുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൂടെ ഈ ശ്ലോകങ്ങളിലേക്ക് കൊടുത്തേക്കണം. കാരണം നമ്മളെ, അതായത് മൈനസ് അറിവ് ഭക്തി എന്തായിത്തീരും? ഭക്തി പെർഫെക്ഷൻ ഉണ്ടാവില്ല ഭക്തിയിൽ. മൈനസ് അറിവ്. അപ്പൊ ഈ അറിവ്, ഭഗവാനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിരിക്കും, പ്രഭു പഠിക്കാത്തവർക്കും ഭക്തി ചെയ്യാൻ പറ്റില്ലെന്ന്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറിവുണ്ടാവണമെങ്കിൽ വായിക്കണം, മനസ്സിലാക്കണതൊക്കെ ഉണ്ടല്ലോ പ്രഭു. അവര് പഠിക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് എങ്ങനെ ഭക്തി ചെയ്യാൻ സാധിക്കുമെന്ന്? തീർച്ചയായിട്ടും അവർക്ക് ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിനവർ ഗ്രാബ് ചെയ്തിട്ട്, അതായത് അത് സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ അവർ മനനം ചെയ്ത് ഉത്തമ ഭക്തന്മാരായി തീരും. അപ്പൊ വിദ്യാഭ്യാസവും ഹൈ പാരന്റേജും ഇതൊന്നും ഭക്തിക്ക് അത്യാവശ്യമല്ല എന്ന് നിങ്ങളെല്ലാവരും കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് വായിച്ചിരിക്കും. കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയില് കുന്തി മഹാറാണി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. 1-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശ്രേഷ്ഠമായിട്ടുള്ള പാരമ്പര്യം, കുടുംബ പാരമ്പര്യം ഒന്നും ഭക്തി ചെയ്യാൻ അത്യാവശ്യമില്ല. ഭക്തി ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളത് സിൻസിയറിറ്റി, അതാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭക്തി, അതായത് നിങ്ങളുടെ നാമജപത്തില് അല്ലെങ്കിൽ ആ നാമജപം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ബേസിക്, അതായത് നമ്മുടെ കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാനം തന്നെ നാമം ജപിക്കുന്നതിലാണ്. അത് നാമാപരാധ യുക്തമായിട്ടുള്ള നാമം ജപിക്കുമ്പോൾ അത് നമ്മളെ ഹയർ തലത്തിലേക്ക് കൊണ്ടുപോകും, ഉയർന്ന തലത്തിലേക്ക് പതുക്കെ 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 നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് പ്രേമ ലെവലിലേക്ക് എത്താൻ സാധിക്കും. കുറച്ച് സമയമാവും, വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് ഒന്നുമല്ല.
നിങ്ങള് എനിക്കറിയില്ല, നമ്മുടെ പൈതൽ പ്രഭു എല്ലാം എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സെമിനാർ മാതിരി ഒന്ന് എടുക്കാം. പക്ഷെ അത് പ്രഭുവിന് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഭക്തിയുടെ അതീന്ദ്രിയ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പുസ്തകമാണ്. അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭക്തിയുടെ വിവിധ ഭാവങ്ങളെ കുറിച്ചിട്ട്, വിവിധ ലെവലുകളെ കുറിച്ചിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്തിയെ കുറിച്ച് കൂടുതലോട് മനസ്സിലാക്കിയിട്ട് ഭക്തിയുടെ ഉന്നത തലത്തിലേക്ക് നിങ്ങൾക്കും പോകാം. ഹരേ കൃഷ്ണ. സോറി, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം പ്രഭു, ഭക്തിരസാമൃത സിന്ധു. ഓക്കെ 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 പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വന്നാട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി, പാദ നമസ്കാരം. പ്രഭുജി, നമ്മള് ഭക്തി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് ഈ ഭക്തിയെ ബാധിക്കുമെന്നാണ് പ്രഭുജി. നമ്മൾ പലരോടും പറയുമ്പോൾ അവര് ഒഴിഞ്ഞു മാറുന്ന അത് മാത്രം അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. എല്ലാം ജപിക്കാനും ഒക്കെ വരുന്നുണ്ട്, പക്ഷെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. അതെന്തെങ്കിലും ബാധിക്കുമോ, നമ്മുടെ ഭക്തിയെ ബാധിക്കുമോ പ്രഭുജി? തീർച്ചയായിട്ടും അത് നമ്മുടെ ഭക്തിയെ ബാധിക്കും. പക്ഷേ അതുകൊണ്ട് പേടിക്കേണ്ട. നാമപ്രഭു വളരെ പവർഫുൾ ആണ്. അപ്പോ അവര് നാമം സിൻസിയറിറ്റി ആയിട്ട്, അത് വളരെ സിൻസിയർ ആയിട്ട് ഒരു നാമം ജപിക്കുകയാണെങ്കിൽ പതുക്കെ 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 അവർക്ക് ആ നോൺ വെജിനോടുള്ള അവരുടെ ആ ത്വര നഷ്ടപ്പെട്ടു പോവുകയും ഭക്തിയിൽ മുന്നേറുകയും ചെയ്യും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതില്. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ആളുകളൊക്കെ അവരുടെ വീട്ടില് ഭർത്താവെല്ലാം നോൺ വെജ് കഴിച്ചിരുന്നു. അപ്പൊ ഇവർ വെച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അവർ വെച്ചു കൊടുക്കുമ്പോൾ ഭഗവാനെ കുറിച്ചിട്ട് ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് വെച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ വെച്ചു കൊടുത്ത അവസാനം എന്തായി? പതുക്കെ പതുക്കെ അവരുടെ വീട്ടിലെ ആളുകൾ പറഞ്ഞു, നീയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും വെച്ചു തരണ്ട. മക്കളും പറഞ്ഞു, ഭർത്താവും പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കണ്ട, ഞങ്ങൾ വേണമെങ്കിൽ വെളിയിൽ പോയി കഴിച്ചോണ്ട് എന്ന് പറഞ്ഞു. അവസാനം അവരും അത് പൂർണ്ണമായിട്ടും നിർത്തി. അപ്പൊ അത് നാമപ്രഭുവിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ വരുന്ന ആരോടും പറയരുത്, നിങ്ങൾ നോൺ വെജും കഴിക്കരുത്, ചാണ്ടിയും കഴിക്കരുതെന്ന് പറയരുത്. അവര് പതുക്കെ പതുക്കെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാമം കൂടുതൽ ജപിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? പതുക്കെ ഞാൻ പറഞ്ഞൊരു ശ്ലോകം ഉണ്ടല്ലോ, പ്രവിഷ്ട കർമ്മരന്ധ്രേണ സ്വാനം ഭാവസരോഹം ധുനോതി. ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയത്തിൽ ചെന്നിരുന്നിട്ട് അവരുടെ ഹൃദയം പതുക്കെ പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? ധോന എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കുക എന്ന് പറയുന്നത്, വസ്ത്രം കഴുകുന്നതിന്. അപ്പൊ പതുക്കെ പതുക്കെ കഴുകി നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന കൽമഷങ്ങള് പതുക്കെ പതുക്കെ ഇല്ലാതെയാക്കിയിട്ട്, എങ്ങനെയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാല്, നല്ല ഒരു ചാറൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കലങ്ങിയിരിക്കും. നേരെ മറിച്ച് മഴ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം പെയ്തു കഴിഞ്ഞാല് ആ വെള്ളം തെളിഞ്ഞു പോകും. അതേമാതിരി ഈ ഭക്തൻ കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന്റെ നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് അവരുടെ ഹൃദയത്തിലുള്ള കൽമഷങ്ങളെല്ലാം മാറും. അവർക്ക് ഈ നോൺ വെജിനോട് മറ്റുള്ളവരോടുള്ള ത്വരയെല്ലാം നഷ്ടപ്പെട്ട് അവർ ഉത്തമ ഭക്തന്മാരായി തീർന്നുള്ളൂ. അവരെ പ്രോത്സാഹിപ്പിക്കണം നാമം ജപിക്കാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി, എന്റെ പ്രണാം. ഹരേ കൃഷ്ണ.